എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമാണോ വെറുപ്പാണോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ വണ്ട് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണോ അതോ വെറുപ്പാണോ? ആ വ്യക്തി, ഒന്നാമത്തെ പൈൽ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ആകർഷിക്കുന്നത് നിങ്ങളെയാണ്. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാകാം, ഒരുപാട് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടാകാം, ഒരുപാട് ആളുകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളോടുള്ള ആ സ്നേഹം ആ വ്യക്തി ആർക്കും നൽകിയിട്ടില്ല. നിങ്ങളോടുള്ള കരുതൽ, ആ ഇഷ്ടം, അത് ആ വ്യക്തി ആർക്കും നൽകിയിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ പോലും ആ വ്യക്തി നിങ്ങളാൽ ആകർഷിക്കപ്പെടുകയാണ്. എപ്പോഴും നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊപ്പം എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും ആ വ്യക്തിയെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വിഷമമായി ഭവിക്കും. അത്രത്തോളം എപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ആ വ്യക്തിയോടൊപ്പം ചേർന്ന് നിൽക്കാനും ആ വ്യക്തിയോടൊപ്പം സമയം ചെലവഴിക്കാനും ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആ വ്യക്തിയും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരുവരും ഉള്ള വലിയ ആഴത്തിലുള്ള ഇഷ്ടമാണ് ഉള്ളത്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേരും, നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നോക്കുകയാണെങ്കിൽ വളരെ ആവേശത്തോടെ ഇഷ്ടത്തോടെ നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിലും ചില ദുഃഖകരമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില വിഷമങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് ചില അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ അകന്ന അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ അടുത്തത് തന്നെ. ഇപ്പോഴും ഒരുപാട് അകൽച്ചയ്ക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ആ സാധ്യതകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്കും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം മാനസികമായിട്ട് ഉറച്ച് നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. ഒരിക്കൽ പോലും നിങ്ങളെ അവഗണിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ചിലപ്പോൾ ചെറിയ വഴക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്തേക്കാം. മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നിലപാടാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത്രത്തോളം മാനസികമായിട്ട് അടുപ്പം കാണിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈല് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളുടെ റീഡിങ് പറയാം. നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളോട് സ്നേഹം തന്നെയാണ്. നിങ്ങളെത്ര ആ വ്യക്തിയെ പരിഗണിച്ചില്ലെങ്കിലും, നിങ്ങളെത്ര ആ വ്യക്തിയെ വെറുക്കാൻ ശ്രമിച്ചാലും ജീവിതത്തിലുടനീളം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് ഒട്ടും കഴിയില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേ മുന്നോട്ട് പോവുകയാണ് ആ വ്യക്തി. ഒരിക്കൽ പോലും നിങ്ങളോട് ആ സ്നേഹം ആ വ്യക്തി തുറന്ന് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും വെറുപ്പ് നിങ്ങളോട് കാണിച്ചിട്ടില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം എപ്പോഴും അതുപോലെ തന്നെ നിന്നിട്ടുമുണ്ട്. സ്നേഹം വാരിക്കോരി ആ വ്യക്തി നിങ്ങൾക്കൊരിക്കലും നൽകുന്നില്ല. അതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട്. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എപ്പോഴും എന്നോട് സ്നേഹം കാണിക്കാതെ പോകുന്നു? ഇത്തരത്തിലുള്ള സംശയങ്ങളും ഇത്തരത്തിലുള്ള നിലപാടുകളും ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹം അവസാനമില്ലാത്തതാണ്. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ട് നിശബ്ദമായി നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ നിശബ്ദമായ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ നിങ്ങളുടെ സൗഭാഗ്യം. കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ലോകത്തെ മുഴുവനും അറിയിച്ചുകൊണ്ടുമല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്.
എത്ര കാലം നിങ്ങളോടടുത്ത് നിങ്ങളെ സ്നേഹിച്ചു നിൽക്കുമ്പോഴും അതെല്ലാം ഹൃദയത്തിൽ എന്നെന്നും ഒളിപ്പിച്ച് വെക്കുന്നൊരു സ്വഭാവ സവിശേഷതയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. പ്രകടനത്തിൽ കുറവ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. നിങ്ങളെ എന്നെന്നും ഇഷ്ടപ്പെടുകയും നിങ്ങളെന്നെന്നും സ്നേഹിക്കുകയും ചെയ്യുന്ന സ്ഥായിയായൊരു ഭാവമാണ് ആ വ്യക്തിക്കുള്ളത്. പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തി നൽകിയതെന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങളോട് മനസ്സ് നിറച്ച് നിങ്ങൾക്ക് സ്നേഹം നൽകുകയാണ് ആ വ്യക്തി ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെങ്കിൽ ആ വ്യക്തിക്കത് താങ്ങാൻ കഴിയില്ല. നിങ്ങൾക്കുണ്ടാവുന്ന വിഷമവും നിങ്ങൾക്കുണ്ടാവുന്ന പ്രതിസന്ധികളിലും ഒക്കെ മനസ്സ് ഉരുകുന്ന ഒരു വ്യക്തിയാണത്. ഹൃദയം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തുറന്നിട്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നിങ്ങളത് കണ്ടെത്തുന്നില്ല. ആ വ്യക്തിയുടെ സ്നേഹം ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ വൈകിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ വ്യക്തി തന്നെയാണെന്ന്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.